മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മത്തങ്ങയും കൊണ്ട് ഒരു ഏത്തക്കയപ്പം പോലെ ഉണ്ടാക്കാം. കണ്ടോ? നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇച്ചിരി മൈദപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു തുള്ളി പഞ്ചസാരയും ചേർത്ത് ഇതിൽ കലക്കിയെടുക്കുക. കണ്ടോ? ഇച്ചിരി കരിഞ്ജീരകം ഇടുക. കരിഞ്ജീരകമോ ചെറുജീരകമോ നമുക്ക് എന്താ ഇഷ്ടമുള്ള ജീരകം ഇടാം. എന്നിട്ട് നമുക്കത് ഓരോന്നോരോന്ന് കലക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂത്ത് കഴിയുമ്പം ഇങ്ങനെ കോരിയെടുക്കുക. കണ്ടോ? മത്തങ്ങ ഒന്ന് ആവി കയറ്റിയിട്ട് ഞാൻ മുറിച്ച് എടുത്തതാണത്. നമുക്കെന്നിട്ട് അടുത്തതും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൻ മത്തക്കയും കൊണ്ട് ഏത്തക്കയപ്പം ഉണ്ടാക്കിയത്. നമുക്ക് 4 മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം. മത്തങ്ങ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് മാവ് കലക്കി എണ്ണയിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഏത്തക്കായും അതുപോലെ തന്നെ ഏത്തക്കയപ്പം ഉണ്ടാക്കാം. നമുക്ക് ഇതാ ഏത്തക്ക ഞാൻ മുറിച്ചെടുത്തതാണ്. അതുപോലെ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. ശോശാമ്മ കിച്ചൻ. ഏത്തക്കയും കൊണ്ടും ഏത്തക്കയപ്പം ഉണ്ടാക്കാം, മത്തങ്ങയും കൊണ്ടും മത്തങ്ങയപ്പം ഉണ്ടാക്കാം. ഏത്തക്കയപ്പം പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യുക. ശോശാമ്മ കിച്ചനിലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്ക് ആ ഏത്തക്ക അപ്പത്തിൻ്റെ കോരിയെടുക്കാം. അതും അതിൻ്റെ കൂടെ തന്നെ വെച്ച് നോക്കാം. കണ്ടോ?
രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്കാപ്പവും മത്തങ്ങാപ്പവും കൂടെ രണ്ടും കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഏത്തയ്ക്കാപ്പം കേട്ടോ, ഏത്തപ്പഴം കുത്തിൻ്റെ. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ.